നമ്മളവരെ സമീപിക്കണം എന്നാണ് ഈ പറയുന്നത്. ഇങ്ങനത്തെ അത്ഭുതം കണ്ടിട്ട് ഓലൊന്നും ദിവ്യനാണെന്ന് നിങ്ങൾ വിചാരിച്ചോലെ പിന്നാലെ കൂടണ്ട. ഇതൊക്കെ ശൈത്താൻ ഉണ്ടാക്കുന്ന തട്ടിപ്പാണ് എന്ന് ജനങ്ങളെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയല്ല. അനുഭവിച്ച ആളുകള്, ഇത് കണ്ട ആളുകള്, അവരോട് ഇത് അത്ഭുതമാണെന്ന് അവർ വിചാരിച്ച് ഇവരെ പിന്നാലെ കൂടുകയാണ്. അപ്പൊ അത് ഇല്ലാതെ തന്നെ തട്ടല്ല വേണ്ടത്. അതിന്റെയൊക്കെ പിന്നിൽ ശൈത്താനാണ് പ്രവർത്തിക്കുന്നത്. അതാണ് കെ എം മൗലവി പറഞ്ഞു കൊടുത്തത് 1952. അതാണ് ചെറിയ മുണ്ടം പറഞ്ഞത് 2000 ഒക്ടോബറിൽ. പക്ഷേ ഡോക്ടർ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരാൾക്ക്, കുതിരക്കുളത്തുള്ള ആൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ മടവൂര്യ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ പറയാണ്, അടുത്ത 2000 നവംബർ 10 വീണ്ടും ചോദ്യം: ആരെങ്കിലും കടലിന് മുകളിലൂടെ നടന്നു കാണിച്ചാൽ പിശാചായിരിക്കും അവനെ താങ്ങിക്കൊണ്ടു പോകുന്നത് എന്ന് മുസ്ലിം കരുതുന്നു. ഇത് പിശാചിനെ ആ വിഷയത്തിൽ റബ്ബായി പരിഗണിക്കുന്നതിന് തുല്യമല്ലേ? പരിഗണിക്കുന്നതായി വ്യാഖ്യാനിച്ചുകൂടെ? ഉത്തരം: അള്ളാഹുവിനും മനുഷ്യരാശിക്കുമെതിരിൽ സമരം പ്രഖ്യാപിച്ച പിശാചിന്റെ നടപടിക്രമം മനുഷ്യരെ കഴിയുന്ന വിധത്തിലൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ദുർമാർഗത്തിൽ അകപ്പെടുത്തുകയാകുന്നു. അതിനുവേണ്ടി എല്ലാ തന്ത്രവും പിശാച് പ്രയോഗിക്കും. ഇത് സംബന്ധമായി ഒട്ടേറെ ഖുർആൻ സൂക്തങ്ങളിൽ പരാമർശമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ആയത്തുകൾ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ഒന്നും ഇവിടെ വായിക്കുന്നില്ല, നിങ്ങൾ പോയി വായിച്ചാൽ മതി. എന്നിട്ട് പറയാണ്, മനുഷ്യരെ പിഴപ്പിക്കാൻ വേണ്ടി പലവിധ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പിശാചിന് അവസരം നൽകിയത് അള്ളാഹുവിന്റെ പരീക്ഷയാകുന്നു. പിശാചിനെ പ്രത്യക്ഷത്രുവായി ഗണിക്കുകയും അവന്റെ കുതന്ത്രങ്ങൾക്കെതിരിൽ നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നവർക്ക് ഈ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയൂ. ഇനി കേട്ടോളി, വെറും വിശ്വാസം മാത്ര. അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തദടിസ്ഥാനത്തിൽ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുക എന്നത് പിശാചിന്റെ പരിപാടികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കുക മാത്രല്ല, ഈ കള്ളദൈവങ്ങൾക്ക് കഴിവുണ്ട് എന്ന് വരുത്തി തീർക്കൽ, വിഗ്രഹങ്ങളിലും ചാറങ്ങളിലും ഒക്കെ അവർക്കൊക്കെ എന്തൊക്കെയോ കഴിവുണ്ടെന്ന് വരുത്തി തീർക്കൽ പിശാചിന്റെ പണിയാണ്. വിശുദ്ധ ഖുർആൻ 4:119 പരാമർശിച്ചിട്ടുള്ളത് ദൈവേതർക്ക് കാലുകളെ നേർന്നിട്ട് അവയുടെ കാതുകൾക്ക് ഒരു അടയാളം വെക്കുന്നതിനെ സംബന്ധിച്ചാകുന്നു. ഇനി കേട്ടോളി, സിദ്ധന്മാർ, പുണ്യവാളന്മാർ എന്നൊക്കെ പറയപ്പെടുന്നവർ മുഖേന പല ദിവ്യാത്ഭുതങ്ങളും സംഭവിക്കുന്നതായി ചിലർക്ക് തോന്നാറുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ പൈശാചികമായ കുതന്ത്രങ്ങളും ദുർബോധനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. ആ ദുർബോധനങ്ങളിൽ ആകർഷകരായി സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നവരാണ് പിശാചിനെ റബ്ബാക്കുന്നത്. അവന്റെ കുതന്ത്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവരല്ല. അപ്പൊ ഡോക്ടർ അബ്ദുൾ റഷീദിന്റെ ആ നിഗമനത്തെ എതിർക്കുകയാണ്. പക്ഷെ അബ്ദുൾ റഷീദിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വായുവിലൂടെ പിശാച് താങ്ങിക്കൊണ്ടുപോവേ, വെള്ളത്തിന് മുകളിലൂടെ നടത്തേ, അത് പടച്ചോനല്ലേ കഴിയുള്ളൂ. ശൈത്താൻ അള്ള കൊടുത്ത കഴിവാണ്. ഇപ്പൊ കൊള്ളക്കാർക്കൊക്കെ എന്തെല്ലാം കഴിവ് കൊടുത്തിന്? അവർ കൊള്ളടിക്കുന്നില്ല. എന്നിട്ട് മനുഷ്യരിൽ തന്നെ പലർക്കും പല കഴിവും കൊടുത്തിട്ടുണ്ട്. ജിന്നുകൾക്ക് കൊടുത്ത കഴിവ് അങ്ങനത്തെ കഴിവാണ്. ശൈത്താന്മാർക്ക് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അല്ല ഇങ്ങനത്തെ കഴിവൊക്കെ കൊടുത്തു. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത്, ഒരാൾ വായുവിലൂടെ പറക്കുന്നത് കണ്ടാലും ഒരാൾ വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടാലും ഓൻ വലിയാണെന്ന് വിചാരിക്കരുത്. അവന്റെ പ്രവർത്തനത്തെ ഖുർആനും സുന്നത്തോട് തട്ടിച്ചു നോക്കണം. ചില മുൻഗാമികൾ പറഞ്ഞത് തവളയും പോണ്ടല്ലോ വെള്ളത്തിന്റെ മീതെ, ഓനെ ജോലിയാക്കുവോ? പക്ഷി പാരുണ്ടല്ലോ, പക്ഷിനെ ജോലിയാക്കുവോ എന്നാ ചോദിച്ചത്. അപ്പൊ പൈശാചിക പ്രവർത്തനത്തിന്റെ പിന്നുണ്ട്. വീണ്ടും അബ്ദുൾ റഷീദ് കുതിരക്കുളം 2000 ഡിസംബർ 15 ചോദ്യേക്കാണ്: മനുഷ്യനിർമ്മിത യന്ത്രസഹായത്തോടെയോ നിരന്തര പരിശ്രമത്തിലൂടെ നേടിയെടുത്ത കഴിവിലൂടെയോ അല്ലാതെ ഒരാൾക്ക് കടലിലൂടെ നടക്കാൻ, ആകാശത്തിലൂടെ പറക്കാൻ പിശാച് സഹായിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു സലാസുല്ലമി മുസ്ലിം അങ്ങനെ വിശ്വസിക്കുന്നു. മുസ്ലിം സൂചിപ്പിച്ച ആയത്തുകളൊന്നും മുസ്ലിമിന്റെ ധാരണയ്ക്ക് തെളിവല്ല എന്ന് പറഞ്ഞിട്ട് മനോഭാവം മാത്രം മാറ്റാനേ കഴിയുള്ളൂ എന്ന് ഇയാൾ പറയണം. എന്നിട്ട് ആ ചോദ്യം ഇങ്ങനെ അവസാനിക്കുന്നത്: അതുകൊണ്ട് ഒരാളെ കടലിന് മുകളിലൂടെ നടത്താൻ കഴിവുള്ളവൻ അല്ലാഹു തആലയാണ്, ആകാശത്തൂടി പറത്തുന്നവൻ അല്ലാഹു തആലയാണ്, പിശാച് അല്ല എന്ന വാദം ഇപ്പോഴും നിലനിൽക്കുന്നു. മറിച്ച് തെളിവുണ്ടെങ്കിൽ വ്യക്തമാക്കുക. അന്നത്തെ ചോദ്യോത്തരത്തിൽ പകുതിയിലധികം ഈ ചോദ്യത്തിന് മറുപടിയാ: പിശാചിന് ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുണ്ടോന്നാ ചോദ്യത്തിന് എഡിങ്ങനെ. ഇദ്ദേഹം ചെറിയ മുണ്ടം പറയാണ്, പിശാചിന് പരിമിതികളില്ലാത്ത അഭൗതിക കഴിവുകളുണ്ടെന്ന് സ്ഥാപിക്കാനല്ല, പ്രത്യുത ദിവ്യത്വം വാദിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നവരെ പിന്തുണയ്ക്കുന്നത് പിശാചായിരിക്കുമെന്ന് ഉണർത്താനാണ് ഡോക്ടറുടെ ചോദ്യങ്ങൾക്ക് കാരണമായ പരാമർശങ്ങൾ മുസ്ലിം നടത്തിയത്. സൃഷ്ടികളിൽ പലർക്കും ദൈവികമായ കഴിവുകളുണ്ടെന്ന് തോന്നിച്ചുകൊണ്ട് ജനങ്ങളെ ബഹുദൈവാരാധനയിലേക്ക് നയിക്കുകയാണ് പിശാചിന്റെ പദ്ധതിയുടെ പ്രധാന ഭാഗം. പിശാചിന്റെ പ്രകൃതിയിൽ പടച്ചവൻ നിക്ഷിപ്തമാക്കിയുള്ള കഴിവുകളൊക്കെ ഇതിനുവേണ്ടി പിശാച് ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ന്യായമായും കരുതേണ്ടത്. കണ്ടോ? അപ്പൊ എല്ലാം പിശാചിന് കഴിയുന്നല്ല. പിശാചിന് എല്ലാ അഭൗതിക കഴിവുണ്ട് എന്നല്ല, പരിമിതമായ കഴിവന്നെ ഉള്ളൂ. പക്ഷെ നമ്മളെ കഴിവിനേക്കാൾ അപ്പുറത്തുള്ള പല കഴിവുണ്ട്. നമുക്കത് അത്ഭുതമായി തോന്നും. പക്ഷെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അള്ള കൊടുത്ത വ്യവസ്ഥയാണത്.
എന്നിട്ട് ഇദ്ദേഹം പറയുന്നിട്ടുള്ളൂ, ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതികമായ കാര്യങ്ങളിലൊന്നും പിശാചുക്കൾ ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല. നിങ്ങൾ ഞങ്ങൾക്ക് മറുപടി കഴിയുമ്പോ പറഞ്ഞാ പോരാ, വസ്വാസ് ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂന്നാണ് നിങ്ങളെ പണ്ഡിയ സഭന്റെ തീരുമാനം. എന്നാ ചെറിയ നവയാഥാസ്ഥികനായി അയാളെ പുറത്താക്കിയാളെ അയാൾ നിങ്ങളെ ഗ്രൂപ്പിൽ ചേരാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ന്യായീകരിക്കേണ്ടി വരും. ഇപ്പൊ പൊട്ടപ്പോയത്തെ CP-ക്ക് ന്യായീകരിക്കേണ്ടി വന്നില്ലേ? അതാണ് CP ഇപ്പൊ എവിടെ എത്തി? ഇനി ഓരോരുത്തരും ന്യായീകരിക്കണം. പോലെ ജമിയത്തുലമന്റെ കയ്യൊപ്പ് മേലൊപ്പ് കൊടുത്തു കഴിഞ്ഞു. ഒന്നുകൂടി കേട്ടോ, ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചുക്കൾ ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവൃത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ ഗ്രഹിക്കാൻ കഴിയുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം ഉദ്ധരിക്കണ ഏതാറിയോ? സുലൈമാൻ നബിന്റെ സംഭവമാണ്. സുലൈമാൻ നബി പറഞ്ഞ സിംഹാസനം ആരാണ് കൊണ്ടുവരാന്ന് ചോദിച്ചല്ലോ. അപ്പൊ ജിന്നുകളിൽപ്പെട്ടൊരു മല്ലൻ കാല ഇഫ്രീത്തും മിനൽ ജിന്നി, നിങ്ങൾ ഇവിടുന്ന് എണീക്കണതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാ എന്ന് പറഞ്ഞു. അല്ലെ? സുലൈമാൻ നബിയെ സംബന്ധിച്ച് സൂറ സബയിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ജിന്നുകളി മറ്റൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തൊക്കെ പറയാൻ. ജിന്നുകൾ പിശാചുക്കൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതി വ്യവസ്ഥക്ക് അതീതവും അവരുടെ പ്രകൃതി വ്യവസ്ഥക്ക് അധീനവുമായ രൂപത്തിലായിരിക്കും. വലിയ വലിയ കെട്ടിടങ്ങള്, വലിയ തളികകള് ഒക്കെ ഉണ്ടായിക്കൊടുത്തിരുന്നു സുലൈമാൻ നബിക്ക്. സമുദ്രത്തിൽ മുങ്ങിയിട്ട് മുത്തുകൾ എടുത്തു കൊടുത്തിരുന്നു. ഇതെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ പറയാണ് ജിന്നുകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതി വ്യവസ്ഥ, അതായത് മനുഷ്യന്റെ പ്രകൃതി വ്യവസ്ഥക്ക് അതീത അപ്പുറത്തുള്ളതും അവരുടെ പ്രകൃതി വ്യവസ്ഥക്ക് അധീനവുമായ രൂപത്തിലായിരിക്കും. എല്ലാം അള്ളാഹു നിശ്ചയിക്കുന്ന വ്യവസ്ഥ തന്നെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഏതായാലും അതുകൊണ്ട് ഓരോ സൃഷ്ടി വിഭാഗത്തിനും അവൻ നൽകിയ കഴിവിനെ സംബന്ധിച്ച് അവരുടെ കഴിവ് എന്നും പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ജിന്നുകളിലെ മല്ലൻ എനിക്കതിന് കഴിവുണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹുവോ റസൂലോ നബി അലൈഹിസ്സലാമിയോ തിരുത്താതിരുന്നത്. ഏതായാലും മനുഷ്യനിർമ്മിത യന്ത്ര സഹായത്തോടെയല്ലാതെ ജിന്നിന് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുപോകാൻ കഴിയില്ല.